ഈ മാസം 1-ാം തീയതി കയ്യൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയുടെ പ്രയാണമാണ് ഇന്നീ കോട്ടയം നഗരത്ത് എത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന നഗരിയിലേക്ക് ഉയർത്താനുള്ള രക്തപതാകയുടെ പ്രയാണമാണ് ധീരരക്തസാക്ഷികളായ കയ്യൂരിലെ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ പാർട്ടിയുടെ സമ്മേളന നഗരിയിലെ ദീപശിഖയുടെ പ്രയാണം സമര കേരള ചരിത്രത്തിൽ ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ സമര പോരാട്ട ഭൂമിയായ പുന്നപ്ര വയലാറിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. സമ്മേളന നഗരിയിലെ കൊടിമരം ശൂരനാട് നിന്നാണ് പ്രയാണം ആരംഭിക്കുന്നത് എന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഖാക്കളെ, പാർട്ടി ഇന്ന് നിലനിൽക്കുന്ന എല്ലാവിധ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്നത്തെ കാലത്തെ തീരുമാനങ്ങൾ ഏറ്റെടുക്കാൻ, ജനങ്ങളെ ബാധിക്കുന്ന സകലമാന നയങ്ങളും കടമകളും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കാൻ വേണ്ടി സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങളൊക്കെയും കഴിഞ്ഞ പോരാട്ടത്തിന്റെ വീറുറ്റ അനുഭവങ്ങളെ ചേർത്ത് വെച്ചായിരിക്കും എന്നാണ് ഈ ജാഥകളിലൊക്കെയും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് നാം നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളും പോയ കാലങ്ങളിൽ ഈ നാടിനകത്തുള്ള ധീരന്മാരായിട്ടുള്ള സഖാക്കൾ, കർഷക തൊഴിലാളികൾ, ഈ നാടിനകത്തുള്ള നാനാമേഖലയിലെ ജനങ്ങൾ ജീവൻ കൊടുത്ത് നേടിയതാണ് എന്നാണ് ഈ ജാഥകളിലൂടെ പാർട്ടി ജനങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ 1-ാം തീയതി ആരംഭിച്ചിട്ടുള്ള ജാഥ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ജാഥ കടന്നു വരുന്ന വഴികളിലൊക്കെയും ഞങ്ങളെ പ്രതീക്ഷയോടുകൂടി എതിരേൽക്കുന്ന അനേകായിരങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ജാഥയുടെ സ്വീകരണവുമായി ഇങ്ങോട്ടെത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ കോട്ടയത്തിന്റെ അതിർത്തിയിലെത്തുമ്പോൾ ഏറ്റവും മുൻനിരയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളെ സ്വീകരിക്കേണ്ടിയിരുന്ന പ്രിയപ്പെട്ട സഖാവ് റസലേട്ടന്റെ വിയോഗ വാർത്ത മറികടക്കാനാവാതെയാണ് നിങ്ങൾ മുഴുവൻ സഖാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. റസൽ സഖാവിന്റെ ജീവിതം മുഴുവനും ഞങ്ങൾ വരുംകാല പോരാട്ടത്തിന്റെ ഉജ്ജ്വല മാതൃകയായി ഏറ്റെടുക്കുമെന്നാണ് ഈ ജാഥയുടെ മുൻനിരയിൽ നിന്ന് നിങ്ങൾ ഏറ്റുവിളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഖാക്കളെ, വൈകാരികമായിട്ടുള്ള ഈ സ്വീകരണം റസൽ സഖാവിനെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിന്റെ പോരാട്ടത്തെ പിൻപറ്റിക്കൊണ്ടുള്ള നിങ്ങളുടെ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് എല്ലാ കാലത്തും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഈ സ്വീകരണം ജാഥയിലുടനീളം ഞങ്ങൾക്ക് ആവേശം നൽകും എന്ന് ആദ്യമായി സൂചിപ്പിച്ചു പോവുകയാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയോ പാർട്ടി ഇന്ന് നേരിടുന്ന സവിശേഷമായ പ്രതിസന്ധികളെ കുറിച്ചോ സവിസ്തരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ശേഷം സംസാരിക്കുന്ന സഖാക്കൾ, ജാഥ ലീഡർ ഉൾപ്പെടെ, മാനേജർ ഉൾപ്പെടെ വളരെ വിശദമായിട്ട് സംസാരിക്കും. ഇന്ന് രാജ്യത്തും ലോകത്തും നേരിടുന്ന സകലമാന വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രാദേശിക സമ്മേളനങ്ങൾ പോലും പൂർത്തീകരിച്ചത് എന്ന് പറയേണ്ടതില്ലല്ലോ. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തൊട്ട് പാലസ്തീനും മണിപ്പൂരും ഉൾപ്പെടെ ലോകത്ത് നേരിടുന്ന സകലമാന വർഗീയ അല്ലെങ്കിൽ അധിനിവേശ ശക്തികളുടെ എല്ലാവിധ അടിച്ചമർത്തലിനെതിരായിട്ടും ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രാദേശിക സമ്മേളനങ്ങൾ പോലും നാം സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. മനുഷ്യനെ ബാധിക്കുന്ന സകലമാന വിഷയങ്ങളും പാർട്ടിയുടെ വിഷയങ്ങളായി മാറുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ച നാം സമ്മേളനങ്ങളിൽ കേട്ടുപോയിട്ടുണ്ട്. അവിടങ്ങളിൽ ആദ്യാവസാനം നാം വിളിച്ച മുദ്രാവാക്യം സാമ്രാജ്യത്വം തുലയട്ടെ, സോഷ്യലിസം പുലരട്ടെ എന്നായിരുന്നു. കയ്യൂരിൽ നിന്ന് ജാഥ ആരംഭിക്കുമ്പോൾ ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി ഏറെയാണ് എന്ന് നാം തിരിച്ചറിയണം. തൂക്കുമരത്തിലേറുമ്പോഴും പ്രിയപ്പെട്ട സഖാക്കൾ ആവർത്തിച്ച് വിളിച്ചത്, ഞങ്ങൾ ഇല്ലാതിരുന്ന കാലത്തും ഞങ്ങൾക്ക് പിന്നെ വരുന്ന സഖാക്കൾ ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കുമെന്നായിരുന്നു. കയ്യൂരിൽ നിന്നുള്ള പതാക ജാഥ, ഈ പതാക ഞങ്ങൾ സ്വീകരിക്കുമ്പോഴും ജാഥ ഇങ്ങനെ കോട്ടയത്തേക്ക് എത്തുന്ന സമയത്തൊക്കെയും ഞങ്ങൾ കേട്ട മുദ്രാവാക്യവും സോഷ്യലിസം പുലരുന്ന സുന്ദരമായ ലോകത്തിന് വേണ്ടി ഞങ്ങൾ ഈ തെരുവോരത്ത് സംഘടിക്കുമെന്ന ഒരു കൂട്ടം തൊഴിലാളികളുടെ, ഈ നാടിനകത്തുള്ള സഖാക്കളുടെ ഉജ്ജ്വലമായ മുദ്രാവാക്യമായിരുന്നു. ഇത്തരത്തിൽ ചരിത്രബോധത്തോടു കൂടിയാണ് പാർട്ടി ഇന്നത്തെ വിഷയങ്ങൾ ഓരോന്നും പരിശോധിക്കുന്നത്. ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധമായ നയങ്ങളെ പറ്റിയും സവിസ്തരമായി സംസാരിക്കേണ്ട
വേദിയല്ല ഇത് എന്ന നല്ല ധാരണയുണ്ട്. കേരളത്തിനകത്ത് ഈ സവിശേഷമായ സാഹചര്യങ്ങളോടൊക്കെ പടപൊരുതിക്കൊണ്ടാണ് ജനകീയ സർക്കാർ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്നത്. ഇന്നും നിങ്ങൾ കാണുന്നുണ്ടാകും ആ സർക്കാർ ഏറ്റവും മാതൃകാപരമായി ലോകത്തിന് മാതൃകയാവുന്ന തരത്തിൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഇടപെടലുകളെ ഇല്ലാതാക്കാനുള്ള സജീവ ശ്രമങ്ങൾ വലതുമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം നടത്തുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടുപോവുകയാണ്. സമര നാടകങ്ങൾ നാം കണ്ടുപോവുകയാണ്. അതിലേക്കും പോവുകയല്ല. പക്ഷേ ഈ ആക്രമണങ്ങളൊക്കെയും കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള ചരിത്രം നാം വിസ്മരിക്കരുത്. EMS അധികാരത്തിൽ വരുന്ന സമയത്തും നാം ഈ പ്രതിരോധങ്ങളുടെ ഭാഗമായിട്ട് വലിയ പ്രതിരോധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതായിരുന്നു ചരിത്രം. EMS ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിലെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലേറിയ ആദ്യത്തെ സർക്കാരാണ്. നമ്മുടെ പാർട്ടിയാണ് ഈ നാടിനകത്തുള്ള ജനങ്ങളോട് തലകുനിച്ചെന്നോളം ജീവിച്ചിരുന്ന മനുഷ്യനോട്, കുനിഞ്ഞു മാത്രം ജീവിച്ചിരുന്ന മനുഷ്യനോട് തലയ്ക്ക് മീതെ വിശാലമായ ഒരു ആകാശമുണ്ടെന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തത്. തല ഉയർത്തി ചോദ്യം ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കാനും നിവർന്നു നിന്ന് അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതാനും പഠിപ്പിച്ചു കൊടുത്ത പാർട്ടിയുടെ പ്രവർത്തകരായിട്ടാണ് നാം ഈ കാലത്ത് മുന്നോട്ടേക്ക് വരുന്നത്. അന്ന് EMS പറഞ്ഞതും ഇന്ന് പിണറായിയുടെ നേതൃത്വത്തിലെ സർക്കാർ പറയുന്നതും ഇടതുപക്ഷ സർക്കാരും പറയുന്നത് ഞങ്ങളൊരു പുതിയ കേരളത്തെ ജനങ്ങൾക്ക് സമ്മാനിക്കുമെന്നാണ്. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. അന്നോളം ജന്മിത്തമ്പുരാക്കന്മാർ ഭരിച്ചിരുന്ന കേരളത്തിനപ്പുറത്തേക്ക് അന്നോളം എല്ലാവിധ സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളുടെയും ഭരണകൂട ഭീകരതകളുടെ കീഴിലും ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തോട് അന്ന് EMS പറഞ്ഞതുപോലെ, അന്നത്തെ സർക്കാർ പറഞ്ഞതുപോലെ ഇന്നും ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ പറയുന്നത് ഞങ്ങളൊരു പുതിയ കേരളം സമ്മാനിക്കുമെന്നാണ്. നവകേരള കർമ്മ പദ്ധതിയുമായിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കറിയാം മഹാദുരന്തത്തിന്റെ കയത്തിൽ നിരന്തരം മുങ്ങിത്താണ് സംസ്ഥാനമാണ് നമ്മുടേത്. ഞാൻ അതിലേക്കും കടക്കുകയല്ല. ഏറ്റവും ഒടുക്കം നിങ്ങൾ വയനാട് ദുരന്തം കണ്ടുപോയിട്ടുണ്ടാകും. മനസാക്ഷി മരിക്കാതെ മനുഷ്യന് ഒരിക്കലും നോക്കി നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മനസ്സിന് വേദന സമ്മാനിക്കുന്നിടമായിട്ട് നമ്മുടെ വയനാട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു രാവിരുണ്ട് പുലരുമ്പോഴേക്കും മണ്ണിനടിയിലേക്ക് ഒരു കൂട്ടം മനുഷ്യര് കാണാതായി പോയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമായിട്ട് വയനാട് മാറുമ്പോഴും എന്താണ് കേന്ദ്ര സർക്കാർ ആ ദുരന്തത്തോട് കാണിച്ച നെറികേട് എന്നത് നാം ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചും 10,000ങ്ങളെ അണിനിരത്തി ഉപരോധ സമരങ്ങൾ സംഘടിപ്പിച്ചും ദുരിതബാധിതർക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസരങ്ങളിലൊക്കെയും മുഖം തിരിച്ച മനോഭാവമാണ് കേന്ദ്ര സർക്കാരും ഈ നാടിനകത്തുള്ള കോൺഗ്രസും മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിൽ ഒരു രൂപ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിങ്ങൾ സംഭാവന ചെയ്യരുത് എന്ന് പറയുന്ന നെറികേടിനടക്കം നാം സാക്ഷിയായിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാവിധ പ്രതിരോധങ്ങളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന നമ്മുടെ സർക്കാരിനെ കൂടുതൽ കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ എല്ലാവിധ കർമ്മ പദ്ധതികളെയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജനകീയ ഇടപെടലുകളുടെ കേന്ദ്രമായിട്ട് സർക്കാരിനെ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാർട്ടി സമ്മേളനവും അവസരമൊരുക്കുന്നത് എന്ന് നമ്മുടെ നേതൃത്വം, പാർട്ടിയുടെ നേതൃത്വം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ എറണാകുളത്തെ സംസ്ഥാന സമ്മേളനം ഉയർത്തിപ്പിടിച്ചതുപോലെ നവകേരളത്തിനായുള്ള കർമ്മ പദ്ധതികൾ, പുതിയ വഴിത്താരകൾ തുറന്നു വെക്കുന്ന വിശാലമായ ചർച്ചകളുടെ കേന്ദ്രമായിട്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനം മാറും എന്നതിൽ തർക്കമില്ല. മറ്റ് വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ആവർത്തിക്കേണ്ടതില്ല, സമയം അവസാനിക്കാറായി. ഒന്ന് മാത്രം പറയാം, രാജ്യത്ത് വർഗീയ കലാപങ്ങളും മതസാമുദായിക സംഘർഷങ്ങളും നടക്കുന്ന കാലത്ത് വർഗീയതയുടെ പേരിൽ മനുഷ്യരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗപ്പെടുത്തി തരിശു ചെയ്യപ്പെടുന്ന കാലത്താണ് 4 ലക്ഷത്തോളം വീടുകൾ ഈ നാടിനകത്തുള്ള നിരാലംബരായ മനുഷ്യർക്ക് വെച്ചുകൊടുക്കുന്ന സർക്കാരായിട്ട് നമ്മുടെ സർക്കാർ മാറുന്നത്. ഈ നാടിനകത്ത് മേൽവിലാസങ്ങളില്ലാതെ മനുഷ്യരോട്, ചൂണ്ടിക്കാണിക്കാൻ വീടില്ലാതെ സ്ഥലമില്ലാതെ മനുഷ്യരോട്, മഴയത്തും വെയിലത്തും തലചായ്ക്കാൻ പാർപ്പിടങ്ങളില്ലാതെ മനുഷ്യരോട് നിങ്ങൾക്ക് ഞങ്ങൾ ഇതാ പുതിയ വീട് വെച്ച് തരാമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാർ, ആ പ്രഖ്യാപനത്തെ ഏറ്റവും നന്നായി പ്രാവർത്തികമാക്കാൻ മുന്നോട്ടേക്ക് വന്ന സർക്കാർ. നോക്കണം സഖാക്കളെ, ലോകത്തെവിടെയെങ്കിലും ഒരു സർക്കാർ ഭവന നിർമ്മാണ പദ്ധതിക്ക് ജീവിതമെന്ന് പേര് കൊടുത്തിട്ടുണ്ടാകുമോ? ലൈഫ് എന്നായിരുന്നു പദ്ധതിയുടെ പേര്. ലൈഫ് എന്ന് പേര് കൊടുക്കാനുള്ള കാരണം ജനകീയ സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റൂ. ഒരു വീട് മനുഷ്യന് പുതിയൊരു ജീവിതമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ചരിത്രം തിരിച്ചറിയുന്ന, ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മുടെ അനുഭവം. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ, നമ്മുടെ എല്ലാ മേഖലയെയും ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട്, പുതിയ ജീവിതം നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്, പുതിയ കേരളത്തെ നമുക്ക്
പാകപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ സർക്കാരിന്റെ എല്ലാവിധ ഇടപെടലുകൾക്കും കരുത്തു പകരാൻ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് ഈ പോരാട്ട ഭൂമികൾ നൽകുന്ന കരുത്ത് ചെറുതല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി വൈകാരികമായി അഭിവാദ്യ പ്രകടനത്തെ ഈ സ്വീകരണത്തെ ഹൃദയം കൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.